ടൈപ്പായിരിക്കും പറഞ്ഞ സോമർഫെൽഡ്സ് റിലേറ്റിവിസ്റ്റിക് ആറ്റം മോഡൽ. അതായത് തൊട്ടു മുമ്പ് നമ്മൾ പറഞ്ഞ ബോർ ആറ്റം മോഡലിൽ എച്ച് ആൽഫ, എച്ച് ബീറ്റ, എച്ച് ഗാമ എന്നീ ഫൈൻ സ്പെക്ട്രകളെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയില്ല. ഓക്കെ, അങ്ങനെ ഇപ്പൊ ബാൽമർ സീരീസ് ഓരോ സീരീസിലാണെങ്കിലും അതിനകത്ത് ഫൈൻ സ്പെക്ട്ര ഉണ്ടെന്ന് മൈക്കൽസൺ ഇന്റർഫെറോമീറ്റർ അല്ലെങ്കിൽ ഹൈ റെസൊല്യൂഷനുള്ള ഒരു സ്പെക്ട്രോമീറ്റർ ഉപയോഗിച്ചപ്പം കണ്ടെത്താൻ പറ്റും. അതിനൊരു ഉദാഹരണമായിട്ട് ഞാൻ പറഞ്ഞായിരുന്നു, എച്ച് ആൽഫ എന്ന് പറയുന്ന ലൈൻ രണ്ടെണ്ണം ഉണ്ട്. അവ തമ്മിൽ ഏകദേശം 0.13 ആങ്സ്ട്രത്തിന്റെ വേവ് ലെങ്ത് സെപ്പറേഷൻ ഉണ്ട്. അതിനുശേഷം മോഡിഫിക്കേഷൻ ഓഫ് ബോർസ് തിയറി ബൈ സോമർഫെൽഡ്. 2 പോയിന്റുകൾ നമ്മൾ പറഞ്ഞായിരുന്നു. ഇൻ ആൻ ആറ്റം ഇലക്ട്രോൺസ് റിവോൾവ് അറൌണ്ട് ദ ന്യൂക്ലിയസ് ഇൻ ആൻ എലിപ്റ്റിക്കൽ ഓർബിറ്റ് ആൻഡ് ദ ന്യൂക്ലിയസ് ഈസ് അറ്റ് വൺ ഓഫ് ഇറ്റ്സ് ഫോക്കൈ. ഒരു ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോൺ കറങ്ങുന്നത് എലിപ്റ്റിക്കൽ ഓർബിറ്റിലൂടെയാണ്. ആ എലിപ്റ്റിക്കൽ ഓർബിറ്റലിന് 2 ഫോക്കസ് ഉണ്ട്. അതിൻ്റെ ഏതെങ്കിലും ഒരു ഫോക്കസിലായിരിക്കും നമ്മുടെ ന്യൂക്ലിയസ് സ്ഥിതി ചെയ്യുന്നത്. പിന്നെ പറഞ്ഞു വെലോസിറ്റി ഓഫ് ദ ഇലക്ട്രോൺ റിലേറ്റിവിസ്റ്റിക് ആയിട്ട് പൊസിഷൻ ടു പൊസിഷൻ വെലോസിറ്റി ഓഫ് ദ ഇലക്ട്രോൺ മാറിക്കൊണ്ടിരിക്കും. അങ്ങനെ ഈ വെലോസിറ്റി മാറുന്നത് കൊണ്ട് റിലേറ്റിവിസ്റ്റിക് ആയിട്ട് അതിൻ്റെ മാസ് മാറും. അതുകൊണ്ടാണ് ഈ മോഡലിനെ നമ്മൾ റിലേറ്റിവിസ്റ്റിക് ആറ്റം മോഡൽ എന്ന് വിളിക്കുന്നത്. ഇനി അടുത്ത ഹെഡിങ് ആണ് നമുക്ക് പഠിക്കേണ്ടത്, എലിപ്റ്റിക് ഓർബിറ്റ്സ് ഓഫ് ഹൈഡ്രജൻ ആറ്റം. എലിപ്റ്റിക് ഓർബിറ്റ് ഓഫ് ഹൈഡ്രജൻ ആറ്റം. ഇപ്പം നമ്മൾ ഒരു എലിപ്റ്റിക്കൽ ഓർബിറ്റ് കൺസിഡർ ചെയ്യണം. ശ്രദ്ധിച്ചിരിക്കണം, ഇതിപ്പം ഒരു എലിപ്സിന്റെ ഷേപ്പാണ്, ഒരു എലിപ്റ്റിക്കൽ ഓർബിറ്റ് ആണെന്നിരിക്കട്ടെ. ഇതിന് നമ്മൾ പറഞ്ഞു ഇതിന്റെ നടുക്കോടെ സെൻട്രലിലൂടെ നമുക്കൊരു മേജർ ആക്സിസ് വരയ്ക്കാം. Let's consider this is the major axis in the x direction. So this is capital X. And the electron revolving around the nucleus. Nucleus എവിടെയാണെന്നാ പറഞ്ഞേ? ഇതിന്റെ ഏതെങ്കിലും ഒരു ഫോക്കസിൽ സ്ഥിതി ചെയ്യും. So this is the nucleus and it is represented by capital N and consider as electron which is revolving around the nucleus in this elliptical orbit. ഇപ്പൊ ഇവിടെ ഒരു ഇലക്ട്രോൺ ഈ എലിപ്റ്റിക്കൽ ഓർബിറ്റിലൂടെ മോഷൻ ചെയ്യുമ്പം അതിന് ആക്ച്വലി ഒരു റേഡിയൽ മോഷൻ ഉണ്ടല്ലേ, ലീനിയർ ആയ ഒരു പാത്ത് അത് മൂവ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടുന്ന് നമുക്ക് വേണമെങ്കിൽ ഇങ്ങോട്ടൊരു ആംഗിൾ വരയ്ക്കാം. ഇങ്ങോട്ടൊരു ആംഗിൾ വരച്ചു കഴിഞ്ഞാൽ ഇത് റൊട്ടേഷണൽ മോഷൻ ആയതുകൊണ്ട് ഒരു റൊട്ടേഷണൽ ആംഗുലാർ മൊമെന്റ് അവിടെ ഉണ്ടാവും. അല്ലെങ്കിൽ ഇവിടെ ഒരു ഫൈ എന്ന് പറയുന്ന ഒരു ആംഗിളിന്റെ വ്യത്യാസത്തിൽ ആണ് ഈ റൊട്ടേഷൻ നടക്കുന്നത്. സോ നമ്മളൊരു ലീനിയർ കോർഡിനേറ്റിലാണ് കാര്യങ്ങൾ പറയുന്നതെങ്കിൽ നമ്മൾ പറയും കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സ്. ബട്ട് ഹിയർ നമുക്ക് ഇതിനെ പറയാൻ വേണ്ടി R വേണം. ഒരു ഇലക്ട്രോൺ ഇരിക്കുന്ന പൊസിഷൻ R ആണെന്നിരിക്കട്ടെ. ലെറ്റ് R ഈസ് ദ radial or position of the electron and phi is the angle difference or angular component. Phi is the angular component of the motion. In this case, N is the nucleus which is situated
at one of the focus of the ellipse. Situated at one of the foci. So, ഇത്രയും കാര്യം പറഞ്ഞിട്ട് അദ്ദേഹം 2 ക്വാണ്ടം നമ്പർ ഇൻഡ്യൂസ് ചെയ്യും, അല്ലെങ്കിൽ 2 ക്വാണ്ടം നമ്പറിനെ സോമർഫീൽഡ് എക്സ്പ്ലെയിൻ ചെയ്ത്, one is relating to phi, n phi, and other is nr. n phi is equal to, phi is related to angular, അല്ലേ? അവിടെ എഴുതിയായിരുന്നു ആംഗുലാർ കമ്പൗണ്ട്. സോ ആംഗുലാർ ക്വാണ്ടം നമ്പർ ഓർ അസിമത്തൽ ക്വാണ്ടം നമ്പർ. Angular quantum number or azimuthal quantum number. And nr, that is the radial quantum number. So, നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു ഓർബിറ്റലിന്റെ എണ്ണം സൂചിപ്പിക്കുന്നത് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ ആണ്. If n is the principal quantum number, then we can write it as n is equal to n phi plus nr. That is the quantization or the quantization condition. അദ്ദേഹം പറഞ്ഞു 2 ക്വാണ്ടം നമ്പറുകൾ n phi azimuthal quantum number, nr radial quantum number, then the principal quantum number n is equal to nr plus n phi. ഇനി quantization of angular momenta or momenta നമുക്കറിയാം സ്മോൾ p ആണ് നമ്മൾ momenta എന്നുകൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്തതാണ് ക്വാണ്ടൈസേഷൻ കണ്ടീഷൻ p dot d phi, p d phi, that means momentum with respect to the rotation, that is equal to n phi h. Similarly, integral p radial of dr, that is equal to n r h. This is the equation number 1. This is equation number 2. These are the quantization of momentum. Quantization of momentum. With respect to r and phi. അടുത്തായിട്ടൊരു കാര്യം എന്ന് പറഞ്ഞാൽ ബോർ ആറ്റം മോഡലിൽ ആറ്റത്തിന്റെ ഓർബിറ്റലിന്റെ ഷേപ്പ് എന്നാന്നാ പറഞ്ഞ? ബോർ മോഡലിൽ ശ്രീരാജ്, ബോർ മോഡലിൽ ഓർബിറ്റലിന് ഏത് ഷേപ്പാന്നാ പറഞ്ഞേ? ദ ഓർബിറ്റൽ ആർ ഇൻ സർക്കുലാർ ഷേപ്പ്. ഇപ്പൊ ഇവിടെ സോമർഫെൽഡ് എന്നാ പറഞ്ഞേ? സോമർഫെൽഡ് പറഞ്ഞ് ഇറ്റ് ഈസ് ഇൻ എലിപ്റ്റിക്കൽ ഷേപ്പ്. സോ ഇവിടെ എന്നെ സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ ഈ എലിപ്സും സർക്കിളും തമ്മിലുള്ള റിലേഷൻ എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഇങ്ങനെ ഒരു വാക്ക് കേട്ടിട്ടുണ്ടോ എക്സെൻട്രിസിറ്റി എന്ന്? എക്സെൻട്രിസിറ്റി കേട്ടിട്ടുണ്ടോ? ഇല്ല. അപ്പൊ ആദ്യമായിട്ട് മാത്സിലൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും എക്സെൻട്രിസിറ്റി. എക്സെൻട്രിസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ നമുക്കൊരു എലിപ്സ് ഉണ്ട്, ഒരു പരാബോളയുണ്ട്, ഒരു ഹൈപ്പർബോളയുണ്ട്, എന്തെങ്കിലും ആവട്ടെ, അത് സർക്കിളിൽ നിന്ന് എത്രമാത്രം വ്യത്യാസമുണ്ടെന്ന്. ദാറ്റ് മീൻസ് ഹൗ മച്ച് എ കോണിക് സെക്ഷൻ. എ കോണിക് സെക്ഷൻ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ഷേപ്പ്. എ കോണിക് സെക്ഷൻ varies from being circular.
varying from being circular. Apol, let epsilon is the eccentricity, then we can write the principal quantum number n is equal to n phi divided by 1 minus epsilon all raised to 1 by 2. ഈ all raised to 1 by 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാ? 1 minus epsilon all raised to 1 by 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ റൂട്ട് അല്ലേ? അല്ലേ? റൂട്ട് 2 അല്ലേ 2 raised to 1 by 2 എന്ന് എഴുതുന്നത്? ഉണ്ണിമായ ആണ് സാർ. വെരി ഗുഡ് അനു. 1 minus epsilon all raised, അപ്പോൾ എങ്കിൽ n is equal to 1 minus epsilon all raised to 1 by 2 എന്ന് സോമർഫെൽഡ് തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് നമുക്ക് എന്നെ എഴുതാം? n സ്ക്വയർ ഈസ് ഈക്വൽ ടു n ഫൈ സ്ക്വയർ. ഈ ഫൈ ഒക്കെ അതിന്റെ ചോട്ടി ഇടണം കേട്ടോ. ഇങ്ങനെയാണ് n r n ഫൈ. 1 മൈനസ് എപ്സിലോൺ ആയിക്കോളിയല്ലേ 1 by 2 into 2 അല്ല അതിന്റെ സ്ക്വയർ എടുക്കുമ്പോൾ വെട്ടിപ്പോക്കോളും. സോറി 1 മൈനസ് എപ്സിലോൺ സ്ക്വയർ ഉണ്ട് കേട്ടോ. സോ നമുക്ക് ഈ ടേമിന് ഇങ്ങ് കൊണ്ടുപോയി കഴിഞ്ഞാൽ 1 മൈനസ് എപ്സിലോൺ ഓൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു n ഫൈ സ്ക്വയർ ബൈ n സ്ക്വയർ. This is one relation that is relating to the eccentricity with the quantum number angular epsilon. എന്നാ ചോദിച്ചേ? എപ്സിലോൺ സ്മോൾ ആണോന്നോ? അല്ല, എപ്സിലോൺ ആണോ സ്ക്വയർ ഇട്ടേക്കുന്നത് അതോ ഫുൾ ആയിട്ടാണ്? 1 മൈനസ് എപ്സിലോണിന് മൊത്തത്തിലാണ്. ഇത് ഞാൻ സ്ക്വയർ ഇട്ടത് മുഴുവനുമാണ്. ഇതിനകത്ത് സ്ക്വയർ ഉണ്ടോ? അപ്പൊ നോക്കി, സ്ക്വയർ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഈ 1 by 2 പോകാൻ വേണ്ടി ഞാൻ സ്ക്വയർ ചെയ്യിപ്പോയി. അപ്പൊ ഇവിടെ സ്ക്വയർ വരും, ഇവിടെ സ്ക്വയർ വരും. ഇപ്പോൾ ഇവിടെ സ്ക്വയർ വരില്ല. 1 മൈനസ് എപ്സിലോൺ സ്ക്വയർ ഈസ് ഈക്വൽ ടു n ഫൈ സ്ക്വയർ ഡിവൈഡഡ് ബൈ n സ്ക്വയർ. മുമ്പത്തെ ഇക്വേഷന് നമ്മൾ വല്ല നമ്പർ ഇട്ടായിരുന്നോ? ആ പി ആർ ഇൻറ്റു പി ഫൈ ഇൻറ്റു ഡി ഫൈ എന്നിട്ടില്ലേ? ഇക്വേഷൻ എഴുതിയില്ലായിരുന്നു. ഇന്റഗ്രൽ പി ഫൈ ഡി ഫൈ ഈക്വൽ ടു എൻ ഫൈ എച്ച് ഇന്റഗ്രൽ പി ആർ ഡി ആർ ഈക്വൽ ടു എൻ ആർ എച്ച്. ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 1. ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 2. ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 3. ഇക്വേഷൻ നമ്പർ നിങ്ങൾ ഞാൻ ഇടുന്ന പോലെ തന്നെ ഇടണം. ഇനി ഈ എക്സെൻട്രിസിറ്റി ഓഫ് ആൻ എലിപ്സ് ഫോർ ആൻ എലിപ്സിന്റെ എക്സെൻട്രിസിറ്റി എങ്ങനെയാ കണ്ടുപിടിക്കണമെന്ന് അറിയാമോ? ഫോർ ആൻ എലിപ്സ് 1 മൈനസ് എപ്സിലോൺ സ്ക്വയർ എന്ന് പറയുന്നത് ബി സ്ക്വയർ ബൈ എ സ്ക്വയർ ആയിരിക്കും. എന്താണ് ബി യു എയും? ബി യു എയും എന്താണ്? ഇതൊരു എലിപ്സ് ആണെങ്കിൽ ആ എലിപ്സിന് നമുക്ക് സെൻട്രലോടെ ഒരു മേജർ, ഇങ്ങനെ ഒരു മേജർ ആക്സിസ് വരയ്ക്കാം, ഇങ്ങനെ ഒരു മൈനർ ആക്സിസ് വരയ്ക്കാം അല്ലേ? അപ്പം ഇവിടെ നമ്മൾ ന്യൂക്ലിയസ് ഇരിക്കുന്ന പോയിന്റ് ഒരു ഫോക്കയിൽ ഇരിക്കുക എന്ന് നമ്മൾ പറഞ്ഞു. ഒരു ഫോക്കസിൽ ഇരിക്കുകയാണെങ്കിൽ ഈ പോയിന്റിൽ ഈ പോയിന്റിലൂടെ കടന്നു പോകുന്ന മേജർ ആക്സിസ് ഇതിന്റെ പകുതി, ഈ മേജർ ആക്സിസിന്റെ പകുതിയെ ആണ് നമ്മൾ എ എന്ന് റെപ്രസെന്റ് ചെയ്യാം. അപ്പൊ എ എന്ന് പറഞ്ഞാൽ ഹാഫ് ഓഫ് ദ മേജർ ആക്സിസ് അല്ലെങ്കിൽ സെമി മേജർ ആക്സിസ്, ലെങ്ത് ഓഫ് ദ സെമി മേജർ ആക്സിസ്. ബി എന്നാണ്? ലെങ്ത് ഓഫ് ദ സെമി മേജർ ആക്സിസ്. ബി എന്ന് പറഞ്ഞാൽ ലെങ്ത് ഓഫ് ദ സെമി മൈനർ ആക്സിസ്. Okay, so 1 by epsilon square is equal to b square by a square. That is equation number 4.
അങ്ങനെയെങ്കിൽ ഇത് രണ്ടും ഇക്വേറ്റ് ചെയ്യാലോ. ഇത് രണ്ടിൻ്റെയും ലെഫ്റ്റ് ഹാൻഡ് സൈഡ് 1 - എപ്സിലോൺ ഹോൾ സ്ക്വയർ ആണല്ലോ. അങ്ങനെയെങ്കിൽ ഇതിനെ ഇക്വേറ്റ് ചെയ്താൽ എങ്ങനെ കിട്ടും? n phi square by n square is equal to b square by a square. എല്ലാത്തിലും സ്ക്വയർ ഉണ്ട്, ഒന്നോടെ വെട്ടിക്കളയാം. or b by a equal to n phi by n. That is equation number 5. നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കണം. അപ്പം ഒരു സോമർഫീൽഡ് തിയറി അനുസരിച്ച് ഈ എലിപ്റ്റിക്കൽ ഓർബിറ്റിന്റെ ബി ബൈ എ എന്ന് പറയുന്നത് n phi by n-ന് തുല്യമായിരിക്കും. ഇങ്ങനെയുള്ള എലിപ്റ്റിക്കൽ ഓർബിറ്റ് മാത്രമേ നമ്മളുടെ ന്യൂക്ലിയസിന് ചുറ്റും കാണുള്ളൂ. ദിസ് ഈസ് ദ കണ്ടീഷൻ ഫോർ ദ അലൗഡ് എലിപ്റ്റിക്കൽ ഓർബിറ്റ്. This is the condition for the allowed elliptical orbit in Sommerfeld theory. ക്ലിയർ ആയോ? ഇനി ഞാൻ പറഞ്ഞായിരുന്നു ബോർ മോഡൽ എന്ന് പറയുന്നത് സർക്കുലർ ആണ്. അത് ഇതിന്റെ ഒരു സ്പെഷ്യൽ കേസാണ്. എപ്പോഴാന്ന് ചോദിച്ചാൽ ഇത് രണ്ടും 1 ആവണം. വെൻ n ഈക്വൽ ടു n phi ആൻഡ് b ഈക്വൽ ടു a. ശരിയല്ലേ? b യും സെയിം ആയാലേ അത് സർക്കുലർ ആവുള്ളൂ. then we get circular orbits. ഇവിടം വരെ എഴുതി കഴിയുമ്പം പകുതി ഭാഗം പിന്നിടും സോമർഫെൽഡ് ആറ്റം മോഡലിന്. നമ്മൾ പറഞ്ഞു ബി ബൈ എ ഈക്വൽ ടു n phi by n. ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന എലിപ്റ്റിക്കൽ ഓർബിറ്റ് മാത്രമേ നമുക്ക് കിട്ടുകയുള്ളൂ എന്ന് സോമർഫെൽഡ് പറഞ്ഞു. ഞാൻ അതിൻ്റെ 1-2 എക്സാമ്പിൾ ചെയ്ത് കാണിക്കും. ആക്ച്വലി നമുക്കൊരു വലിയ കൺസെപ്റ്റൊക്കെ വേണം അതിന്. പല പുസ്തകത്തെ പല രീതിയിലൊക്കെയാണ്. ഇപ്പം നമ്മളുടെ ഫസ്റ്റ് ഓർബിറ്റ് ആണ്. കൺസിഡർ ഫസ്റ്റ് ഓർബിറ്റ്. ഫസ്റ്റ് ഓർബിറ്റിന്റെ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ എത്രയാ? പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ n is equal to 1. n1 ആണെങ്കിൽ നമുക്കറിയാം n എന്ന് പറയുന്നത് n phi പ്ലസ് nr ആയിരുന്നു. സോ n phi പ്ലസ് nr ഈക്വൽ ടു 1. ഓക്കെ. ദെൻ ഈ n phi പ്ലസ് nr ഈക്വൽ ടു 1, ഈ n phi എന്ന് പറയുന്ന വാല്യൂ 0 ആവോ? ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ഇസ് ഇറ്റ് പോസിബിൾ? ഈ ഫൈ എന്ന് പറഞ്ഞാൽ എന്നായിരുന്നു? നമ്മുടെ എലിപ്റ്റിക്കലിന്റെ ഇവിടുന്ന് ഈ പോയിന്റിലോട്ടുള്ള ആംഗിൾ അല്ലേ? അപ്പൊ ഈ ആംഗിൾ മാറി ഇലക്ട്രോൺ ഇവിടെ തന്നെയാണ് വരുന്നത് അല്ലേ? ഫൈ ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ ഇവിടെ വരും, ഈ പോയിന്റ് വരും. ദാറ്റ് മീൻസ് അതൊരു സ്ട്രെയിറ്റ് ലൈൻ ആയി പോകും. സോ n phi ഒരിക്കലും 0 ആവൂല. n phi നോട്ട് ഈക്വൽ ടു 0 ആൻഡ് ദ വാല്യൂ ഓഫ് n phi ഈക്വൽ ടു 1. പിന്നെ ഒരു പോസിബിൾ സ്റ്റേറ്റ് 1 ആകാനുള്ള. അപ്പൊ nr 0 ആയാലും n phi ഒരിക്കലും 0 ആകാൻ പാടില്ല. സോ ഇതിനകത്ത് നമുക്ക് കിട്ടുന്നത് n is equal to n phi equal to 1. then that is an circular orbit. ഓർമ്മയോടെ എഴുതി കഴിയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാകും. ഇത് നമ്മളുടെ ആറ്റം ആണെങ്കിൽ ഇതിന് നടുക്ക് ന്യൂക്ലിയസ് ഉണ്ടെങ്കിൽ n ഈക്വൽ ടു 1-ഉം
n5 ഈക്വൽ ടു 1 കേസിൽ നമുക്ക് പറയാം ദാറ്റ് ഈസ് എ സർക്കുലർ ഓർബിറ്റ്. ഇനി n ഈക്വൽ ടു 2 എടുക്കുമ്പം കുറച്ച് മനസ്സിലാവും. n ഈക്വൽ ടു 2 എന്ന് ഇരിക്കട്ടെ, ദാറ്റ് ഈസ് ദ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ. അവിടെ n5ക്ക് 2 വാല്യൂകൾ അപ്ലൈ ചെയ്യാൻ പറ്റും. n5 മേ ബി 1 or 2. ഇനി ഇവിടെ ഓർത്താൽ മതി, n-ഉം 2 n5-ഉം 2 ആണെങ്കിൽ ദാറ്റ് ഈസ് എ സർക്കുലർ. ഇനി n ഇവിടെ 2 തന്നെ, n5 1 ആണെങ്കിൽ അത് ഒരു എലിപ്റ്റിക്കൽ ഓർബിറ്റ് ആയിരിക്കും. ഈ കേസിലാണ് അദ്ദേഹം ഇങ്ങനെ പല ഓർബിറ്റുകൾ ഉണ്ടെന്ന് പറഞ്ഞു. ഇപ്പൊ നോക്കിയേ, അപ്പൊ n ഈക്വൽ ടു 2 n5 ഈക്വൽ ടു 2, ഇതിനേക്കാളും ഒരു അല്പവും കൂടെയും വലുതായിരിക്കും ആ ഓർബിറ്റ്. എന്ന് വെച്ചാൽ പുറത്തോട്ടുള്ള ഓർബിറ്റ് ആണ്, അത് കുറച്ചുകൂടെ വലുതാവും. ഇങ്ങനെ അടുപ്പിച്ച് വരയ്ക്കാം. അതിൻ്റെ സെൻറ്ററിൽ അതുപോലെ തന്നെ നമുക്കൊരു ന്യൂക്ലിയസ് വരയ്ക്കാൻ പറ്റും. ആൻഡ് ദാറ്റ് ഈസ് എ കണ്ടീഷൻ ഫോർ n ഈക്വൽ ടു 2 ആൻഡ് n5 ഈക്വൽ ടു 2. ഇനി എന്നാ പറഞ്ഞത്, ഒരു എലിപ്റ്റിക്കൽ ഓർബിറ്റോടെ സാധ്യമാകും n ഈക്വൽ ടു 2 n5 ഈക്വൽ ടു 1. പക്ഷെ അവിടെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയായിരിക്കും കേസ്, അതൊരു എലിപ്റ്റിക്കൽ ഓർബിറ്റ് ആയിരിക്കും. ഇത്തിരി നീട്ടി വരയ്ക്കാൻ ഇടയിൽ, അതുകൊണ്ട് ആ എലിപ്റ്റിക്കൽ ഓർബിറ്റിൻ്റെ വൺ ഓഫ് ദ ഫോക്കസിൽ ഈ ന്യൂക്ലിയസ് ഇരിക്കുന്ന പോലെ ആണ് വരയ്ക്കാൻ പറ്റുന്നത്. സോ ഇതായിരിക്കും ഇവിടുത്തെ ബി. ഇവിടെ ഇത് നമ്മുടെ മേജർ ആക്സിസ്, ഇത് നമ്മുടെ മൈനർ ആക്സിസ്. സോ ഇൻ ദിസ് കേസ് this is equal to n equal to 2 and n5 equal to 1, then that is an ellipse. That means principal quantum numberും റേഡിയൽ ക്വാണ്ടം നമ്പറും തുല്യമായാൽ മാത്രമേ സർക്കുലർ ഓർബിറ്റ് ഉള്ളൂ. when n equal to 2 n5 equal to 2, it is a circular orbit. ഇങ്ങനെയാണ് അദ്ദേഹം മോഡൽ പ്രപ്പോസ് ചെയ്തത്. ഓക്കെ, ഇപ്പൊ n5/n അല്ലേ നമ്മുടെ b/a വാല്യൂ മുമ്പ് എഴുതിയേ. b/a ഈക്വൽ ടു n5/n. അപ്പൊ നോക്കിയേ, ബിയും എയും തുല്യമായ സർക്കുലറായി. അപ്പം 1 ഈക്വൽ ടു n5/n, ദാറ്റ് ഈസ് ഈക്വൽ ടു n ഈക്വൽ ടു n5. അതാണ് ഒരു സർക്കുലർ ഓർബിറ്റിന്റെ കേസ്. ഇങ്ങനെയൊക്കെ വേണമെങ്കിൽ അറിഞ്ഞിരിക്കാം, ഒത്തിരിയൊക്കെ അറിയണമെങ്കിൽ. നേരത്തെ നമ്മൾ ഇക്വേഷൻ നമ്പർ 5 എഴുതിയിരുന്നു, n5/n എന്ന് പറഞ്ഞാൽ b/a. n-ഉം n5-യും തുല്യമാണെങ്കിൽ b/a 1 ആവും. അല്ലെ b/a തുല്യമാണെങ്കിൽ n5/n 1 ആവും. b/a തുല്യ എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് b ഇങ്ങോട്ട് a, രണ്ടും തുല്യമായി. അപ്പൊ n5 ഈക്വൽ ടു n ആവും. സോ n ഈക്വൽ ടു n5 ആകുന്ന കേസിൽ മാത്രമേ നമുക്കൊരു സർക്കുലർ ഓർബിറ്റ് കിട്ടുള്ളൂ. അപ്പം എലിപ്റ്റിക്കലും കിട്ടും, സർക്കുലർ ഓർബിറ്റും കിട്ടും. സർക്കുലർ ഓർബിറ്റ് ഈസ് എ സ്പെഷ്യൽ കേസ്. ഇപ്പൊ സോമർഫെൽഡ് പറഞ്ഞത് ബോർസിന്റെ പോലെ സർക്കുലർ ഓർബിറ്റ് കിട്ടാം. എപ്പോൾ മാത്രം n5/n ഈക്വൽ ടു b/a ആകുമ്പോൾ മാത്രം ദാറ്റ് ഈസ് എ സർക്കുലർ ഓർബിറ്റ്. മനസ്സിലായോ? പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ n ഈക്വൽ ടു 3 വന്നാൽ n5 ഏതൊക്കെ വരും? 1 വരാം, 2 വരാം, 3 വരാം. ഇനി n ഈക്വൽ ടു n5 അല്ലെങ്കിൽ n ഈക്വൽ ടു n5 ഈക്വൽ ടു 3 വരുന്നത് ഏതായിരിക്കും? അല്ലെങ്കിൽ n ഈക്വൽ ടു 3യും n5 ഈക്വൽ ടു 3യും വരുന്നത് സർക്കുലർ ആയിരിക്കും, അല്ലേ? അപ്പൊ നോക്കിയേ, b/a എന്ന് പറയുന്നത് n5/n, 3/3, ദാറ്റ്സ് ഈക്വൽ ടു 1 ഓർ b ഈക്വൽ ടു a. അപ്പോൾ വരച്ചു കഴിയുമ്പോൾ ഇങ്ങോട്ടുള്ള സെമി മേജർ ആക്സിസ് ഇങ്ങോട്ടുള്ള സെമി മേജർ ആക്സിസ് ഒരുപോലെ ആയിരിക്കും. സോ ദാറ്റ് ഈസ് എ സർക്കിൾ. മുമ്പേ 2 വരച്ച n 3 ആകുമ്പോൾ വീണ്ടും അതിന്റെ വലിപ്പം കൂടി. സോ ദിസ് ഈസ് എ
സർക്കുലർ ഓർബിറ്റ്. ഇനി പിന്നെ രണ്ടെണ്ണോടെ പറ്റും, രണ്ട് എലിപ്റ്റിക്കൽ ഓർബിറ്റോടെ പറ്റും. ഏതൊക്കെയാണ് കണ്ടീഷൻ? n equal to 3, n phi equal to 2. അപ്പം b by a equal to n phi by n. b by a is equal to 2 by 3. 2 by 3 എന്ന് പറഞ്ഞാൽ എത്രയാ? b by a equal to 2 by 3 എന്ന് പറഞ്ഞാൽ എത്രയാ? അറിയില്ല. 0.6 ഒരു ഡെസിമൽ 0.6 അല്ലേ? അപ്പൊ ബി എന്ന് പറയുന്നത് 0.6 ഇൻറ്റു എ. അപ്പം ഇതിന്റെ സെന്റർ ആദ്യം വരച്ചു, ഇതിന്റെ ന്യൂക്ലിയസ് ഇവിടെയായിരുന്നു. ഇനി നമുക്ക് ഒരു കേസ് കൂടെ ഉണ്ട്. n ഈക്വൽ ടു 3, n phi ഈക്വൽ ടു 1. അവിടെ എത്രയായിരിക്കും? b by a ഈക്വൽ ടു 1 by 3. 1 by 3 എത്രയാ? b is equal to പറഞ്ഞേ 1 by 3 0.3 അല്ലേ? 0.3 ഇൻറ്റു എ. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, 0.3 ഇൻറ്റു എ ആണോ വലുത്, 0.6 ഇൻറ്റു എ ആണോ വലുത്? 3 ഇൻറ്റു എ ആണോ? 0.3 ഇൻറ്റു 2 ആണെങ്കിൽ 0.6, 0.6 ഇൻറ്റു 2 ആണെങ്കിൽ അല്ലല്ലോ, പോസിറ്റീവ് ഇത് തന്നെയാണ്. 0.6 കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ ഏതൊരു വാല്യൂവിനെ ഗുണിച്ചു കഴിഞ്ഞാൽ അത് വലുതായിരിക്കും. ശരിയല്ലേ? 0.00 അങ്ങനത്തെ ആയിരുന്നെങ്കിൽ നമുക്ക് പറയാമായിരുന്നു. 0.3 ഇൻറ്റു എ എന്ന് പറയുന്നതായിരിക്കും ചെറുത്, ബിയുടെ വാല്യൂ ചെറുത്. അപ്പം ഇത് ഫോക്കസ് ആയിട്ട് രണ്ട് എലിപ്സ് വരയ്ക്കാം. ഒന്ന് ഞാൻ വരച്ചു, ഇത്. അതിന്റെ പ്രത്യേകത തന്നെയാണ് ഇത്. n ഈക്വൽ ടു 3ഉം n phi ഈക്വൽ ടു 1ഉം b ഈക്വൽ ടു 0.3 ടൈംസ് ഓഫ് a ഉള്ള ചെറിയ ബി ഇതിന്റെ പകുതി. പക്ഷെ ഇവിടെയോ 0.6 ടൈംസ്. അപ്പൊ ഇതിങ്ങനെ കുറച്ചുകൂടെ മുകളിലോട്ട് വരും അടുത്ത എലിപ്സ്. മറ്റൊരു എലിപ്സോടെ നമുക്ക് വരയ്ക്കാൻ പറ്റും. പക്ഷെ അതിന് ബി ബൈ എ കൂടുതലായിരിക്കും. അപ്പൊ ഇതിങ്ങനെ ലെങ്ത് ഇങ്ങനെ ചുരുങ്ങിയിട്ട് ബി ബൈ എ കൂടുതലാകുമ്പം ബി ഇങ്ങനെ കൂടും ഇങ്ങോട്ട്. സോ ഇറ്റ് വിൽ ബി ലൈക്ക് ദിസ്. So in that case, n equal to 3, n phi equal to 2 and b is equal to 0.6 into a. ഇങ്ങനെയാണ് നമ്മൾ ഓരോ കേസും എടുക്കുന്നത്. When n equal to n phi, that is circular. When n not equal to n phi, that is ellipse. പിന്നെ b by a അനുസരിച്ച് പലതിൻ്റെ റേഷ്യോ നോക്കി എത്ര ഓർബിറ്റ്. അപ്പം സോമർഫെൽഡ് തിയറി അനുസരിച്ച് ഒരു സർക്കുലർ ഓർബിറ്റ് ഉണ്ടാകാം എപ്പോഴാണ്? പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറും റേഡിയൽ ക്വാണ്ടം നമ്പറും തുല്യമാകുന്ന കേസിൽ മാത്രം.